കാസർഗോഡ് നിന്ന് KM ഷാജി മത്സരിക്കാൻ സാധ്യത. ഈ വാർത്ത ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് വീണ്ടും ശക്തമാവുകയാണ്. ഇത്തരത്തിലുള്ള വാർത്ത കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യം, കാസർഗോഡ് നിന്ന് മത്സരിപ്പിക്കാൻ മുസ്ലിം ലീഗിന് മറ്റു നേതാക്കന്മാർ ഇല്ലാഞ്ഞിട്ടാണോ? അതല്ല KM ഷാജിയെ മത്സരിപ്പിക്കുക എന്നുള്ളത് ആരുടെയെങ്കിലും വ്യക്തി താല്പര്യമാണോ എന്നുള്ളത്. ഇങ്ങനെ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, കാസർഗോഡ് മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിയിൽ പോലും അംഗമല്ലാത്ത ഒരു യുവ നേതാവിന് KM ഷാജിയെ കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാനുള്ള താല്പര്യമുണ്ട്. അദ്ദേഹം അതിനായി അക്ഷീണ പ്രയത്നം നടത്തുന്നുമുണ്ട്. ഏതായാലും KM ഷാജി മത്സരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് മുസ്ലിം ലീഗാണ്, അവരുടെ സംസ്ഥാന സമിതിയാണ്. അത് അവർ തീരുമാനിക്കുന്നതിന് മുന്നോടിയായി തന്നെ ഈ വാർത്ത പ്രചരിക്കുമ്പോൾ KM ഷാജി കാസർഗോഡ് നിന്ന് മത്സരിക്കരുത് എന്നുള്ള ഒരു വികാരം താഴെ തട്ടിലുള്ള പ്രവർത്തകർക്കുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് BJP വിജയിക്കുമോ എന്നുള്ള ഒരു ഭയമാണ്. കാരണം KM ഷാജി എന്ന് പറയുന്നത് CPMന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ശത്രുവാണ്. അത്തരത്തിലുള്ള KM ഷാജിയെ യാതൊരു കാരണവശാലും വിജയിപ്പിക്കാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും CPM നടത്തും. അതായത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KM ഷാജി കാസർഗോഡ് നിന്നും മത്സരിച്ചാൽ LDF BJPയുമായി ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കുമെന്നും അതുവഴി LDFന്റെ വോട്ടുകൾ BJPയിലേക്ക് പോകുമെന്നും രണ്ടാം സ്ഥാനത്തുള്ള BJP കാസർഗോഡ് നിന്ന് വിജയിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള ഒരു അഭിപ്രായം താഴെ തട്ടിലുള്ള പ്രവർത്തകർക്കുണ്ട്. ചുരുക്കി പറഞ്ഞാൽ KM ഷാജി കാസർഗോഡേക്ക് മത്സരിക്കാൻ വരുന്നത് അത് BJPക്ക് വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടാക്കും. എന്തിനേറെ BJP വിജയിക്കാൻ വരെ സാധ്യതയുണ്ടാകും എന്നുള്ള ഒരു ഭയം താഴെ തട്ടിലുള്ള പ്രവർത്തകർക്കുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് KM ഷാജി കാസർഗോഡ് മണ്ഡലത്തിൽപ്പെട്ട ഒരാളല്ല. എന്തിനേറെ അദ്ദേഹം കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഒരാളേ അല്ല. കാസർഗോഡ് ജില്ലയിലെ രാഷ്ട്രീയത്തെ വളരെ വ്യക്തമായി അറിയുന്ന, ഇവിടെ പാർട്ടിയെ നയിക്കുന്ന, മുന്നണിയെ കൃത്യമായി അറിയുന്ന, ഇവിടുത്തെ ഓരോ ജനങ്ങളെയും കൃത്യമായി മനസ്സിലാക്കുന്ന, സംഘടനാ മികവുള്ള കലക്ടർ മാഹിനാജിയെ പോലുള്ള, മുനീർ ഹാജിയെ പോലുള്ള, അഷ്റഫ് എടനീറിനെ പോലുള്ള ഒട്ടേറെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കൾ കാസർഗോഡ് മുസ്ലിം ലീഗിനുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഒരു ഇറക്കുമതി സ്ഥാനാർത്ഥിയായി KM ഷാജിയെ കൊണ്ടുവരുന്നത് കൊണ്ട് എന്ത് ലാഭമാണ് ഉള്ളത് എന്നുള്ളതാണ് പല പ്രവർത്തകരും ചോദിക്കുന്നത്. KM ഷാജി കഴിഞ്ഞ കുറെ മാസങ്ങളിലായി കാസർഗോഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാനമായും അദ്ദേഹം പ്രസംഗ വേദികളിലാണ് കാസർഗോഡ് അദ്ദേഹം പ്രത്യക്ഷമാകുന്നത്. നേരെ മറിച്ച് പ്രവർത്തകരുമായി ഒരു ഇടപെടൽ നടത്താനോ അവരുമായി സംസാരിക്കാനോ അവരുടെ രാഷ്ട്രീയം മനസ്സിലാക്കാനോ KM ഷാജിക്ക് സാധിച്ചിട്ടില്ല. അദ്ദേഹം ഒരു മികച്ചൊരു പ്രാസംഗികനാണ്. അതിലുപരി കാസർഗോഡിന്റെ രാഷ്ട്രീയ സാഹചര്യവുമായി പരിശോധിച്ചു നോക്കുമ്പോൾ കാസർഗോഡിന് അനുയോജ്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണോ KM ഷാജി എന്നുള്ള ഒരു സംശയം പല ആളുകൾക്കുമുണ്ട്. കൂടാതെ കാസർഗോഡ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു സിറ്റിംഗ് സീറ്റാണ്. ഇവിടെ തിരിച്ചു പിടിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതികാരമോ ഉള്ള സ്ഥലമോ മണ്ഡലമോ ഒന്നുമല്ല. ആ ഒരു സ്ഥലത്തേക്ക് KM ഷാജിയെ കൊണ്ടുവരാതെ പകരം മലപ്പുറം പോലുള്ള മുസ്ലിം ലീഗിന് തിരിച്ചു പിടിക്കേണ്ട അഭിമാന ഘടകമായിട്ടുള്ള ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. അവിടത്തേക്ക് KM ഷാജിയെ കൊണ്ടുവരുന്നതല്ലേ നല്ലത് എന്നുള്ളതാണ് കാസർകോട്ടെ പല മുസ്ലിം ലീഗ് പ്രവർത്തകരും ചോദിക്കുന്നത്. മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഈ ഒരു ചോദ്യം അത് സംസ്ഥാന കമ്മിറ്റി വളരെ ഗൗരവമായി തന്നെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർകോട്ടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്കിടയിൽ അല്ലെങ്കിൽ അണികൾക്കിടയിൽ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ ശക്തമായ ഒരു ഐക്യം ഉണ്ടായിട്ടുണ്ട്. ആ ഐക്യം ഒരു ഇറക്കുമതി സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന ഇല്ലാതാക്കേണ്ടതുണ്ടോ എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം പരിശോധിക്കേണ്ട ഒരു ഘടകമാണ്.